ഹോർമൂസ് കടലിടുക്കിലെ വെടിയൊച്ചകളും പിക്കാക്സ് പർവ്വതത്തിന്റെ ഗർഭപാത്രത്തിലെ നിഗൂഢ നീക്കങ്ങളും ലോകത്തെ മറ്റൊരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഉപഗ്രഹ കണ്ണുകളെ പോലും വെട്ടിച്ച് ഇറാൻ പടുത്തുയർത്തുന്ന ഈ അദൃശ്യ കോട്ടകൾ അമേരിക്കൻ സൈനികാധിപത്യത്തിനുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ചർച്ചകൾക്കും ഉപരോധങ്ങൾക്കും അതീതമായി ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീയുണ്ടയായി മാറിയിരിക്കുന്നു. വരാനിരിക്കുന്നത് സമാധാനത്തിന്റെ ദിനങ്ങളല്ല, മറിച്ച് ശക്തി തെളിയിക്കാനുള്ള പോരാട്ടത്തിൻ്റെതാണെന്ന് പിക്കാക്സ് പർവ്വതത്തിലെ ഓരോ മൺകൂനെയും വിളിച്ചു പറയുന്നു. ഇറാനിലെ മധ്യ മരുഭൂമിയിലെ നദാൻസ് ആണവ കേന്ദ്രത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പിക്കാക്സ് പർവ്വത നിരകൾ ഇപ്പോൾ ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഭൗമരാഷ്ട്രീയ നിരീക്ഷകരുടെയും കണ്ണിലെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. അടുത്തിടെ പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം പർവ്വതത്തിന്റെ ആഴങ്ങളിൽ നിർമ്മിക്കപ്പെട്ട തുരങ്ക സമുച്ചയങ്ങളിൽ അസാധാരണമായ ചലനങ്ങളാണ് നടക്കുന്നത്. വെറുമൊരു നിർമ്മാണത്തിനപ്പുറം വരാനിരിക്കുന്ന ഒരു വലിയ സൈനിക നീക്കത്തിനായോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ആണവ പരീക്ഷണങ്ങൾക്കായോ ഉള്ള തയ്യാറെടുപ്പിലാണോ ഇറാൻ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കഴിഞ്ഞു. നദാൻസ് ആണവ സമുച്ചയത്തിന് സമീപമുള്ള പിക്കാക്സ് പർവ്വത നിരകളിൽ അരങ്ങേറുന്ന ഈ അസാധാരണ നീക്കങ്ങൾ അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ട വിശകലന പ്രകാരം ഈ തുരങ്ക കവാടങ്ങൾ കേവലം പ്രകൃതിദത്തമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാധാരണ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായോ അടഞ്ഞതല്ല, മറിച്ച് ബോധപൂർവം വലിയ യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ച് ടൺ കണക്കിന് മണ്ണും കല്ലും കൊണ്ട് പ്രവേശന കവാടങ്ങൾ സീൽ ചെയ്ത അവസ്ഥയിലാണുള്ളത്. ഏപ്രിൽ 1 എടുത്ത ചിത്രങ്ങളിൽ ഈ തുരങ്ക കവാടങ്ങൾ പൂർണ്ണമായി തുറന്ന നിലയിലായിരുന്നുവെന്ന വസ്തുതമായ താരതമ്യം ചെയ്യുമ്പോൾ വെറും 3 ആഴ്ചകൾക്കുള്ളിൽ നടന്ന ഈ മാറ്റം ദ്രുതഗതിയിലുള്ള ഏതോ രഹസ്യ നീക്കത്തിന്റെ പരിസമാപ്തിയാണെന്ന് വ്യക്തമാകുന്നു. സാധാരണഗതിയിൽ ഇത്തരം തന്ത്രപ്രധാനമായ സൈറ്റുകളിൽ ഗതാഗതം സുഗമമാക്കാൻ പ്രവേശന കവാടങ്ങൾ എപ്പോഴും സജ്ജമാക്കി വെക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ വാഹനങ്ങളുടെ പ്രവേശനം പോലും അസാധ്യമാകും വിധം മണ്ണ് കുമിഞ്ഞു കൂട്ടിയിരിക്കുന്നത് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ അതിപ്രധാനമായ എന്തോ ഒന്ന് ഇറാൻ ഒളിപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ്. പർവ്വതത്തിന്റെ ആഴങ്ങളിലേക്ക് അത്യാധുനികമായ ആണവ സെൻട്രിഫ്യൂജറുകളോ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ തന്ത്രപ്രധാനമായ കമാൻഡ് സെന്ററുകളോ മാറ്റിയതാകാമെന്ന് പ്രതിരോധ വിദഗ്ധർ സംശയിക്കുന്നു. ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ പ്രവേശന കവാടങ്ങൾ ഇത്തരത്തിൽ മണ്ണുകൊണ്ട് മൂടുന്നത് ഒരു പാസീവ് ഡിഫൻസ് തന്ത്രമായിരിക്കാം. കൂടാതെ പഴയ തുരങ്ക കവാടങ്ങൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് പർവ്വതത്തിനടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻതോതിലുള്ള സ്ഫോടനങ്ങളെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. തുരങ്കത്തിന്റെ കിഴക്കൻ പ്രവേശന ഭാഗങ്ങൾ മാത്രം ഇത്തരത്തിൽ അടയ്ക്കുകയും പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇത്തരം തടസ്സങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നത് ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശത്രുരാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ താൽക്കാലികമായി ഈ സൈറ്റ് ഉപേക്ഷിച്ചുവെന്ന് വരുത്തി തീർക്കാനോ ഉള്ള മനഃപൂർവ്വമായ ശ്രമമാണോ ഇതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രവേശനം വീണ്ടെടുക്കാൻ വലിയ തോതിലുള്ള എക്സ്കവേറ്ററുകളും ഭാരമേറിയ യന്ത്രങ്ങളും മണിക്കൂറുകളോളം അധ്വാനിക്കേണ്ടി വരുമെന്നതിനാൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ പെട്ടെന്ന് പുറത്തെടുക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മനസ്സിലാക്കാം. ഇത് പിക്കാക്സ് പർവ്വതത്തെ ഒരു അദൃശ്യ കോട്ടയാക്കി മാറ്റാനുള്ള ഇറാന്റെ ദീർഘകാല പദ്ധതിയോ അതോ വരാനിരിക്കുന്ന ഒരു വലിയ സൈനിക നീക്കത്തിന് മുന്നോടിയായുള്ള ശബ്ദമില്ലാത്ത തയ്യാറെടുപ്പോ ആണെന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. നദാൻസ് ആണവ സമുച്ചയത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ പിക്കാക്സ് പർവ്വതനിരകൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രാധാന്യമാണ്. ഈ തുരങ്കങ്ങൾക്കുള്ളിൽ അതീവ വിലയേറിയ അത്യാധുനിക ഉപകരണങ്ങളോ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ പുതിയ തലമുറയിൽപ്പെട്ട IR-6 സെൻട്രിഫ്യൂജറുകളോ അതീവ രഹസ്യമായി സ്ഥാപിച്ചിട്ടുണ്ടാകാമെന്നാണ് അന്താരാഷ്ട്ര ആണവ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. സാധാരണ നിലയിലുള്ള ഒരടച്ചുപൂട്ടലല്ല ഇവിടെ ദൃശ്യമാകുന്നത്, മറിച്ച് ശത്രു രാജ്യങ്ങളുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിധം പ്രവേശന കവാടങ്ങളെ പ്രകൃതിദത്തമായ കവചങ്ങൾ കൊണ്ട് മറയ്ക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഭാരമേറിയ യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ കഴിയില്ല എന്നത് അപ്രതീക്ഷിതമായ ഒരു സൈനിക കടന്നുകയറ്റത്തെയോ അല്ലെങ്കിൽ വിദേശ ചാര സംഘടനകളുടെ അട്ടിമറി ശ്രമങ്ങളെയോ ഫലപ്രദമായി തടയാനുള്ള ഇറാന്റെ മുൻകരുതലാണെന്ന് വേണം കരുതാൻ. ഈ മൺകൂനകൾ ഒരു പ്രതിരോധ മതിൽ പോലെ പ്രവർത്തിക്കുക മാത്രമല്ല, ഉപഗ്രഹ നിരീക്ഷണത്തിലൂടെ തുരങ്കത്തിനുള്ളിലേക്ക് നടക്കുന്ന ചലനങ്ങളെ പൂർണ്ണമായി അദൃശ്യമാക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ തുരങ്കങ്ങളിൽ ഇത്തരം തടസ്സങ്ങൾ കാണാനില്ല എന്നത് നിഗൂഢതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇത് ഇറാന്റെ തന്ത്രപരമായ ഒരു ഡൈവേർഷൻ നീക്കമാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വശത്ത് സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് കാണിക്കുമ്പോൾ തന്നെ മറുവശത്ത് ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് അതീവ സുപ്രധാനമായ പദ്ധതികൾ പൂർത്തിയാക്കുക എന്നതാകാം ഇറാന്റെ ലക്ഷ്യം. കിഴക്കൻ തുരങ്കങ്ങളിലെ ഈ അസാധാരണമായ മണ്ണ് തടസ്സങ്ങൾ ഒരുപക്ഷെ ആ തുരങ്ക സമുച്ചയത്തിന്റെ ആന്തരിക ഘടനയിൽ വരുത്തിയ വലിയ മാറ്റങ്ങളുടെ ഭാഗമാകാം. നിലത്തിനടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന വലിയൊരു പാത ശൃംഖല തന്നെ രൂപപ്പെടുത്തിയെടുത്തതായും അതിന്റെ പ്രധാനപ്പെട്ട സംഭരണശാലകളിലേക്കുള്ള പ്രവേശനമാണ് ഇത്തരത്തിൽ മുദ്ര വെച്ചിരിക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ പഴയ തുരങ്ക കവാടങ്ങൾ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് ബലപ്പെടുത്തിയത് ആധുനിക വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കമാണ്.
പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് നൂറുകണക്കിന് അടി ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കങ്ങളിൽ എന്തെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പുറത്തെടുക്കുക എന്നത് അതീവ സങ്കീർണമായ പ്രക്രിയയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ തങ്ങളുടെ ഏറ്റവും മൂല്യമുള്ള ആണവ രഹസ്യങ്ങൾ പിക്കാക്സ് പർവ്വതത്തിന്റെ ഗർഭപാത്രത്തിൽ ഭദ്രമായി നിക്ഷേപിച്ചു കഴിഞ്ഞു എന്ന നിഗമനത്തിലാണ് പല പ്രതിരോധ വിശകലന വിദഗ്ധരും എത്തിച്ചേരുന്നത്. ഈ നീക്കം വരാനിരിക്കുന്ന അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ ഇറാന് കൂടുതൽ വിലപേശൽ ശേഷി നൽകുമെന്നും അതേസമയം തന്നെ സൈനികമായ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് മേഖലയെ നയിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഒരു വശത്ത് പ്രവേശനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സീലിംഗ് പ്രക്രിയ സത്യത്തിൽ ഒരു താൽക്കാലിക പ്രതിരോധമല്ല, മറിച്ച് പിക്കാക്സ് പർവ്വതത്തെ ഒരു അജേയമായ ആണവ കോട്ടയാക്കി മാറ്റാനുള്ള ഇറാന്റെ ദീർഘകാല യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. കരയിൽ പർവ്വതങ്ങൾക്കുള്ളിൽ രഹസ്യ നീക്കങ്ങൾ നടക്കുമ്പോൾ കടലിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിൽ വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ ഇറാന്റെ കയ്യിൽ ഒരു ആണവായുധം എത്തിയാൽ അവരത് ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അമേരിക്കൻ ഭരണകൂടം നദാൻസിലെ പിക്കാക്സ് പർവ്വതത്തിനടിയിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാനുള്ള നെട്ടോട്ടത്തിലാണ്. ഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ തുരങ്കങ്ങൾ ലോകത്തിലെ ഏതൊരു അത്യാധുനിക ബോംബിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വായുമാർഗമുള്ള ആക്രമണം പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നയതന്ത്ര സമ്മർദ്ദവും കടുത്ത സാമ്പത്തിക ഉപരോധവും ഇറാനെ ശ്വാസം മുട്ടിക്കാൻ ട്രംപ് ഉപയോഗിക്കുന്നു. നിലവിൽ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും അത് പേപ്പറിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ജാസ്കിൽ നിന്ന് പുറപ്പെട്ട എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണവും തുടർന്നുണ്ടായ തിരിച്ചടികളും മേഖലയിലെ സമാധാന ചർച്ചകളെ പിന്നോട്ടടിച്ചു. ഇറാന്റെ ഗദം അൽ അൻബിയ സൈനിക ആസ്ഥാനം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രകാരം അമേരിക്ക സിവിലിയൻ മേഖലകളെ പോലും ലക്ഷ്യമിടുന്നു എന്നാണ്. എന്നാൽ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും കമാൻഡ് സെന്ററുകളെയും മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. പിക്കാക്സ് പർവ്വതത്തിലെ മണ്ണുമൂടിയ തുരങ്കങ്ങൾ തുറക്കുന്നത് ഒരുപക്ഷെ ലോകത്തിന് പുതിയൊരു അറിവോ അല്ലെങ്കിൽ പുതിയൊരു യുദ്ധ വാർത്തയോ ആയിരിക്കാം നൽകുക. ഗൾഫ് മേഖലയിലെ സമുദ്രജലത്തിൽ ആയുധങ്ങളുടെ മുഴക്കം നിലയ്ക്കുന്നില്ലെങ്കിൽ ആഗോള വിപണിയും സുരക്ഷയും ഒരുപോലെ അപകടത്തിലാകുമെന്നും ഉറപ്പാണ്. ഇറാൻ തങ്ങളുടെ രഹസ്യ സങ്കേതങ്ങൾ ശക്തിപ്പെടുത്തുന്നതും അമേരിക്ക പ്രതിരോധം തീർക്കുന്നതും വരാനിരിക്കുന്ന വൻ സ്ഫോടനത്തിന് ലക്ഷണങ്ങളായി ചരിത്രം രേഖപ്പെടുത്തിയേക്കാം.